ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷനും അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അവരുടെ തോട്ട്സ് എന്താണ്, ഇപ്പം അവർ ചിന്തിക്കുന്നത് എന്താണ് എന്നൊക്കെയുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്കും അതുപോലെ ചാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. അതുപോലെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? ടവർ എനർജി വന്നിട്ടുണ്ട്. ടെൻ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? വേൾഡ് ആണ്. അവരുടെ തോട്ട്സ് എന്താണ്? നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? കിങ് ഓഫ് കപ്സ് ആണ് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. നയൻ ഓഫ് സോർട്സ് ഇവിടെ റിവേഴ്സ്ഡ് ആണ്. അതുപോലെ ഏസ് ഓഫ് പെൻഡക്കിളും റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ക്ലാരിഫിക്കേഷൻ. നെക്സ്റ്റ് ആക്ഷൻ ആൻഡ് കറന്റ് തോട്ട്സ് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള. ക്യൂൻ ഓഫ് പെൻഡക്കിൾ, സെവൻ ഓഫ് വാൻഡ്സ്, ഫൈവ് ഓഫ് സോർട്സ്, ചാരിയറ്റ്, എയ്റ്റ് ഓഫ് വാൻഡ്സ് ആണ് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഗുഡ് മെസ്സേജ് ഓർ ഗുഡ് ന്യൂസ് ലഭിക്കാൻ പോകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഇപ്പം കുറേ നാളായിട്ടൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് ഒക്കെയാണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഈ പേഴ്സണിൽ നിന്നും. ഓക്കെ, മേ ബി നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഡിലേ ഒന്നും ഇല്ലാതെ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പം കറൻ്റ്ലി നിങ്ങൾ തമ്മിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ ടവർ എനർജിയാണ്. ഫസ്റ്റ് തന്നെ ഒരു നെഗറ്റീവ് കാർഡാണ് കിട്ടിയത്. മുഴുവനായിട്ടും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാണിച്ചു തരുന്നത്. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ തൊട്ടിപ്പുറത്ത് ടെൻ ഓഫ് സോർട്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. ഈ കാർഡും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള എൻഡിങ്ങിനെയാണ്, റിലേഷൻഷിപ്പ് പെയിൻഫുൾ ആയിട്ടുള്ള എൻഡിങ്ങിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു ബ്രേക്കപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലേക്കോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആയിക്കോട്ടെ, ഈ ഒരു പ്രോബ്ലംസിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള മെയിൻ റീസൺ ആയിട്ട് ഇവിടെ കാണിക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ്. ഓക്കെ, ഇവിടെ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഉണ്ട് നിങ്ങളുടെ പേഴ്സൺ. സോ അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് എന്നുള്ളത് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു പെയിൻഫുൾ എൻഡിങ് ആണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ വേദനിച്ചതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ പേഴ്സണും വേദനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും അവരങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്, അതായത് റെസ്പോൺസിബിലിറ്റി ഉള്ള വ്യക്തികളുണ്ട്. അവർക്ക്
വാല്യുബിൾ ആയിട്ടുള്ള വ്യക്തികളുണ്ട്, എന്നിട്ടും അവർ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് കാലെടുത്ത് വെച്ചതായിട്ടാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഓക്കെ, അതായത് മേ ബി ഇതൊരു എക്സ്ട്രാ മെറിറ്റുള്ള റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കാം. ഓക്കെ, അതേപോലെ ഇവിടെ ഒരു ഫൈറ്റിംഗ് എനർജിയും അതുപോലെ തന്നെ ഒരു കോമ്പറ്റീഷൻ ഉള്ളൊരു എനർജി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണും അതുപോലെ തേർഡ് പാർട്ടിയും തമ്മിൽ അത്ര സ്വരചേർച്ചയിലൊന്നും ആയിരിക്കില്ല. അവർക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പ്രസൻസ് ആണ്. ഓക്കെ, ഇവിടെ ചാരിയറ്റ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളെ തന്നെയാണ് അവർ ലൈഫിൽ ആഗ്രഹിക്കുന്നത്, പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്നത് കൊണ്ട് അവർക്കതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവരുടെ തോട്ട്സ് നോക്കുന്ന സമയത്തും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന കാര്യം ഇതുതന്നെയാണ്. ഇവർക്ക് ഒന്നാമത് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഒരു സ്റ്റെബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു ധൈര്യം അവർക്കില്ല. കാരണം ഈ തേർഡ് പാർട്ടി അത്രയും സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിരിക്കും, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും. സോ അതുകൊണ്ട് ഇവർക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുത്താലും അതുകൊണ്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയാണ്. സോ ഇവിടെ അവരുടെ തോട്ട്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സ് നോക്കുന്ന സമയത്ത് വളരെയധികം നിങ്ങളോട് അറ്റാച്ച് ചെയ്ത് കിടക്കുകയാണ്. നിങ്ങളെ മിസ് ചെയ്യുന്നൊരു എനർജി അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പക്ഷെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി അവർക്ക് വരാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുത്തിട്ട് അവർക്കത് ആലോചിച്ചിരിക്കാൻ വേണ്ടി മാത്രമേ സാധിക്കുന്നുള്ളൂ, അതിനൊരു ആക്ഷൻ ഒന്നും എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ബിക്കോസ് അവർക്ക് ഇങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരുന്നൊരവസ്ഥ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവർ ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് കൂടുതൽ എനർജി വേസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് മേ ബി അവർ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് തീർക്കുക തന്നെ വേണം. അപ്പം ഈ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ കൂടുതലായിട്ട് ജീവിക്കുന്നത്. എന്തൊക്കെ പറയുകയാണെങ്കിലും അവരുടെ തോട്ട്സ്, അവരുടെ ഫീലിങ്സ് എല്ലാം അവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അവർ തേർഡ് പാർട്ടിയുടെ കൂടെ തന്നെ നിന്നിട്ട് വളരെയധികം അവർക്ക് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നു അല്ലെങ്കിൽ ജീവിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ്. ഓക്കെ, നെക്സ്റ്റ് ആക്ഷൻ എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ 9 ഓഫ് സോർട്സും അതുപോലെ തന്നെ ഏസ് ഓഫ് പെൻഡക്കിളും റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവർക്ക് ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു, ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ ഒന്ന് അറിയിക്കണം, അല്ലെങ്കിൽ നിങ്ങളോട് ഇതെല്ലാം സംസാരിച്ച് ഇങ്ങനെയാണ് എൻ്റെ സിറ്റുവേഷൻ എന്ന് പറയാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. സോ ബ്ലോക്ക് ആണെങ്കിൽ മേ ബി ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ടെന്ന്. മേ ബി ബ്ലോക്ക് ആണെങ്കിൽ ബ്ലോക്ക് അഴിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇത്രയും നാളും ഒരു ക്ലാരിറ്റി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലാരിറ്റി തരുന്നതായിരിക്കാം. അങ്ങനെ ഉള്ള എന്തൊക്കെയോ ഒരു ഗുഡ് ന്യൂസ് എന്തായാലും ഇവിടെ നിങ്ങളടുത്ത് നിങ്ങളുടെ പേഴ്സൺ ഓപ്പൺ ആയിട്ട് സംസാരിക്കും, നിങ്ങളടുത്ത് എല്ലാം പറയുമെന്നിവിടെ കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് അതേപോലെ എഫേർട്ട് എടുക്കുന്നുണ്ട്, നല്ല രീതിക്ക് എഫേർട്ട് എടുക്കുന്നുണ്ട്, പക്ഷേ അതിനൊരു റിസൾട്ട് ഇവർക്ക് കിട്ടുന്നില്ല. ഓക്കെ, അതായത് റിലേഷൻഷിപ്പിൽ ഈ ഒരു തേർഡ് പാർട്ടിയിൽ കുടുങ്ങി നിൽക്കുന്നൊരവസ്ഥയാണ്. ഇമോഷണലി ബ്ലാക്ക് മെയിൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവരെ പലതരത്തിലും പറഞ്ഞു ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരു അവസ്ഥയായിരിക്കാം. ഓക്കെ, അപ്പം അത്രയ്ക്കും ഒരു കമ്മിറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ട് തേർഡ് പാർട്ടിയോട് എന്നുള്ളതാണ്. സോ ആരുമാകാം. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവരിങ്ങനെ നിൽക്കുന്നൊരവസ്ഥയാണ്, അവർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. പക്ഷേ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റിയാണ് കണ്ടോ, ഫാമിലിയിലെ അംഗങ്ങളെയാണ് ഇവിടെ മെയിനായിട്ടും കാണിക്കുന്നത്. സോ അത്രയും കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അറ്റാച്ച്മെൻ്റ് ഉള്ള വ്യക്തികളാണ്, ഇത്രയും ഇവരെ ലൈഫിൽ ഇടപെടാൻ പറ്റുന്നത്രയും കഴിവുള്ള അല്ലെങ്കിൽ അത്രയും ഫ്രീഡം ഉള്ള ആളുകളാണ് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നത്. സോ ഈ ഒരു അവസ്ഥയിൽ അവർ നിൽക്കുന്നിടത്തോളം കാലം അവർക്ക് പറ്റുന്നില്ല ഒരു സ്റ്റെബിലിറ്റിക്ക് എന്നുള്ളതാണ്. പക്ഷെ ഇവർ എഫേർട്ട് എടുക്കുന്നുണ്ട്, നല്ല രീതിക്ക് ഇവർ എഫേർട്ട് എടുക്കുന്നുണ്ട് ഇതിൽ നിന്നൊന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടും നിങ്ങളടുത്തോട്ട് ഉള്ള ഒരു ജോയിനിങ്ങിന് വേണ്ടി, അതൊരു യൂണിയന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സ്ലോ മൂവിങ് ആണ്, അവരുടെ വരുത്തം സ്ലോ മൂവിങ് ആണ്. പക്ഷെങ്കിൽ അതായത് നിങ്ങളിപ്പോൾ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു യൂണിയൻ എന്ന് പറയുന്നത് സ്ലോ ആണ്, വന്നുകൊണ്ടിരിക്കുന്നത് സ്ലോ ആണ്. ഈ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. സ്ലോ ആണെങ്കിൽ പോലും ഇവർ ബ്ലോക്കാണ്, നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ഒന്നും തന്നിട്ടില്ല, ക്ലാരിറ്റി തന്നിട്ടില്ല, നിങ്ങൾക്കും ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഇൻഫർമേഷൻ തരുന്നതാണ്. അതായത് നിങ്ങളടുത്ത് ഓപ്പണായിട്ട് സംസാരിക്കുന്നതാണ്. ഇവരെന്തൊക്കെയോ നിങ്ങളടുത്ത് തുറന്നു പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അത് ഈ സിറ്റുവേഷൻസിനെ കുറിച്ചിട്ടായിരിക്കും. എന്തായാലും ഇവിടെ ഒരു ചീറ്റിംഗ് എനർജിയിലൂടെയാണ് ഈ പേഴ്സൺ നിങ്ങളടുത്ത് വന്നത് എന്നുള്ളത് കാണുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ എക്സ്ട്രാ മെറിറ്റിലായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം എന്നുള്ളത് പറഞ്ഞത്. ഓക്കെ, ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് കിങ് ഓഫ് കപ്സ് എന്ന കാർഡാണ്. ഓക്കെ, ഈ പേഴ്സൺ ഇരുന്നു കൊണ്ട് തിങ്ക് ചെയ്യാണ്, നല്ല രീതിക്ക് തിങ്ക് ചെയ്യാണ് ഇവർ. അതായത് പുതിയ ഐഡിയാസുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്, എങ്ങനെയാണ് ഇതിനെ ഒന്ന് ഓവർകം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒന്ന് ഇവിടം വരെ എത്തേണ്ടത്. മേ ബി ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പൊക്കെ അറിഞ്ഞിട്ടുണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ
വിലങ്ങുതടിയായിട്ട് ഒരു ബ്ലോക്കായിട്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം, അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിനെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്ന വ്യക്തികളൊക്കെ ആയിരിക്കാം. സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവിടെ ഈ ഒരു നിങ്ങളുടെ വ്യക്തി ഇരുന്ന് തിങ്ക് ചെയ്യുകയാണ്, എങ്ങനെയാണ് ഈ സിറ്റുവേഷനെ അവർ ഓവർകം ചെയ്യേണ്ടത്, എടുക്കേണ്ടത് എങ്ങനെയാണ്. ഇതിനൊരു സ്ട്രെങ്ത് അവർക്ക് എന്തായാലും ആവശ്യമാണ്. ഈ സ്ട്രെങ്ത് ഡെഫിനറ്റ്ലി അവർ എടുക്കും എന്ന് തന്നെയാണ് അവർ ഉറച്ച് തീരുമാനിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ആക്ഷനും അത് തന്നെയാണ്. ഒരു തുടക്കം ഇവരെന്തായാലും കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് ഇവർ മനസ്സിൽ ഉറച്ച് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ്. മേ ബി നാളെ സിറ്റുവേഷൻ മാറി വന്നേക്കാം, പക്ഷേ കറൻ്റ്ലി അവരുടെ ഒരു നെക്സ്റ്റ് ആക്ഷൻ്റെ ആ ഒരു തോട്ട്സും അതുപോലെ തന്നെ ആക്ഷനായിട്ട് വരുന്നതും സിറ്റുവേഷനായിട്ട് വരുന്നതൊക്കെ ഇത് തന്നെയാണ്. ഓക്കെ, അപ്പം ഇവിടെ വേൾഡ് കാർഡ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സൺ എബ്രോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എബ്രോഡ് ആയിരിക്കാം, ഏജ് ഡിഫറൻസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, കണ്ടിട്ട് ഒരുപാട് നാളായിരിക്കും. ഓക്കെ, ഇവിടെ എന്തായാലും ഈ പേഴ്സൺ നിങ്ങളെ ഒരു വേൾഡ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അതായത് പിക്ചർ കണ്ടോ, ഈ പിക്ചറിലുള്ളത് പോലെ തന്നെ നിങ്ങളുടെ കൂടെയുള്ള ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ട്രാവലിംഗ് ഒക്കെ ഇവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ കൂടെയുള്ള ഒരു ട്രാവലിംഗ് അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോവുക എന്നുള്ളതൊക്കെ ഇവരുടെ മനസ്സിലൊരു പ്ലാനിങ് ആണ്. പക്ഷേ അവസ്ഥകൾ കൊണ്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നതായിട്ട് ഇവർ ഡ്രീം ചെയ്യുന്നുണ്ട്. ഈ ഇരുന്ന് തിങ്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ ഡ്രീം ചെയ്യുന്നുണ്ട്, ഈ അവസ്ഥകളെല്ലാം ഡ്രീം ചെയ്യുന്നുണ്ട്. അത് ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷനും അതുപോലെ തന്നെ തോട്ട്സും കാര്യങ്ങളൊക്കെ ഇതാണ്. നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.